എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ചെമ്മീൻ കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റാവുന്ന ഒരു കിടിലൻ ടേസ്റ്റിലുള്ള ഒരു ചെമ്മീൻ കറി. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അതുപോലെ ഒരു മൺചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിയുമ്പോൾ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസ് സവാള അതിട്ട് കൊടുക്കാം. അതൊന്ന് വഴന്നതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത് അതുകൂടി ചേർത്തെടുക്കുന്നുണ്ട്. സവാളയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്കൊരു മീഡിയം സൈസ് തക്കാളി അതും കൂടി ഇതിലേക്ക് ചേർത്തെടുക്കാം. എന്നിട്ടൊന്ന് നല്ല പോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അത് ചേർത്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അതും കൂടി ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. അതാ നമ്മുടെ ഈ ചട്ടിയിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടി ചേർത്താണ് കേട്ടോ നമ്മൾ ഈ അരപ്പ് അരച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ അതേ ചട്ടി തന്നെ ഒന്ന് കഴുകിയെടുത്ത് അതിലേക്ക് ചട്ടി ചൂടായി കഴിയുമ്പോൾ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ വേണ്ടത് കടുകാണ്. കടുക് പൊട്ടിയതിന് ശേഷം ഒരു കുടം വെളുത്തുള്ളിയും ഒരു 5-10 കൊച്ചുള്ളി, പിന്നെ വേണ്ടത് ഉണക്കമുളക്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതിതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയാണ്. അതും കൂടി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനാണ് കേട്ടോ. അതൊരു 1/2 കിലോളം ഉണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം അടച്ച് വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ തുറന്ന് നോക്കി നമ്മുടെ ചെമ്മീൻ കറി അടിപൊളിയായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉലുവാപ്പൊടി 1/2 ടീസ്പൂണോളം ഉണ്ട്. അതും കൂടി ചേർത്തെടുക്കാം. നമ്മുടെ സൂപ്പർ കറിയാണ് കേട്ടോ ഈ ചെമ്മീൻ കറി. ചോറിൻ്റെ കൂടെ അടിപൊളി കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.